ചെമ്പനീർപ്പൂവ് സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിനകത്ത് പിൻ ചെയ്തേക്കാം, ഒന്ന് കണ്ടേക്കണേ. മഹിമ മധുസൂദൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഏട്ടൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെ ഞാൻ ഓഫീസിലേക്ക് പോകുന്നത്? നിന്റെ മോള് ഒളിച്ചോടി പോയില്ലേ എന്നുള്ള കാര്യം എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ തലകുനിച്ച് നിൽക്കണോ? എനിക്ക് വീട് വിട്ട് പുറത്തേക്ക് പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴേ നാണക്കേടാണ് തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ എനിക്കും മധുവേട്ട അങ്ങനെ തന്നെ തോന്നുന്നതെന്ന് മഹിമയും പറയുകയാണേ. നമ്മുടെ ബന്ധുക്കൾ ഓരോരുത്തരായിട്ട് ഫോണിൽ വിളിച്ചിട്ട് പരിഹസിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ മോള് നമുക്ക് ഇങ്ങനൊരു ചീത്തപ്പേര് ഉണ്ടാക്കി തന്നത് കണ്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മഹിമ പറയുന്നുണ്ടേ, ചെറുപ്പം മുതലേ ഞാൻ പറയുമായിരുന്നു നിങ്ങളുടെ അടുത്ത് അവളെ കൂടുതൽ ലാളിച്ച് വഷളാക്കരുത് എന്നുള്ള കാര്യം. അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു, അവളുടെ ഇഷ്ടത്തിന് വിട്ടു. അതിനാണ് അവൾ നമ്മളെ നാണം കെടുത്തിയിട്ട് പോയത്. അതിനൊക്കെ കാരണം ആ രവീന്ദ്രനാണ്. നിന്റെ വാക്കും കേട്ടിട്ടാണ് അന്ന് പെൻഷൻ കൊടുക്കാതെ ഞാൻ തടഞ്ഞു നിർത്തിയത്. ഇപ്പൊ എന്തായി? നമ്മുടെ മോളും പോയി. നമുക്ക് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവൾ അവസാനം ഇവിടേക്ക് തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത്. അവളെക്കുറിച്ച് ചിന്തിക്കാതെ ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴാണ് അങ്ങോട്ടേക്ക് മധുസൂദന എന്ന് വിളിച്ചും കൊണ്ട് റോഷനും റോഷന്റെ അച്ഛനും കൂടി വരുന്നത്. വരൂ ഇരിക്കൂ എന്ന് പറയുന്നുണ്ട്. നീ ചെന്ന് മഹിമേ അവർക്ക് ചായ എടുക്കുമെന്ന് പറയുമ്പോൾ ആർക്ക് വേണടാ നിന്റെ ചായ? ദയവ് ചെയ്തിട്ട് ദേഷ്യപ്പെടരുത്, വന്നിരിക്കെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുമെന്ന് പറയാണ് കേട്ടോ മധുസൂദനൻ. നീ പറയുന്നത് ഇനി ഞാൻ കേൾക്കണോ? നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? എന്നെ നീ മണ്ടനാക്കിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്ലീസ് കുറച്ച് സമാധാനപരമായിട്ട് നിൽക്ക്. അപ്പോഴേക്കും റോഷൻ ചോദിക്കുന്നുണ്ട്, അങ്കിൾ എങ്ങനെയാ സമാധാനപരമായിട്ട് നിൽക്കാൻ വേണ്ടി പറയുന്നത്? നിങ്ങളുടെ മോള് എന്ത് പണിയാ ചെയ്തെന്നുള്ള കാര്യം അറിയോ? എന്റെ കൂടെ മാരേജ് ഫിക്സ് ചെയ്തിട്ട് അവള് വേറൊരുത്തിന്റെ കൂടെ പോയി. എന്നെ കണ്ട എന്താ ജോക്കറിനെ പോലെയാണോ തോന്നുന്നത്? എന്താ അങ്ങനെയാണോ തോന്നുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മോനെ, നടന്ന കാര്യം ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. അവള് ഞങ്ങളെയും കൂടി കബളിപ്പിച്ചിട്ടാണ് പോയത്. തുടർന്ന് മധുസൂദനൻ റോഷൻ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും നടക്കുമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചില്ല. നിങ്ങൾ എൻ്റെ അടുത്ത് കള്ളം പറയണ്ട. നിങ്ങളെ മോള് എൻ്റെ മോനെ ചീറ്റ് ചെയ്ത് പോയിരിക്കുകയാണ്. അവൾക്ക് കല്യാണം കഴിച്ചു പോകാൻ വേണ്ടിയിട്ട് എൻ്റെ മോനെ ഇവിടെ വരുത്തിയിട്ട് അപമാനിച്ചു എന്നത് പോരാഞ്ഞിട്ട് ഗിഫ്റ്റ് മേടിക്കാനെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവനെ അപമാനപ്പെടുത്തിയിട്ടാണ് അവൾ പോയത്. ഇതൊന്നും എനിക്കറിയാതെ നടന്ന എന്നുള്ള കാര്യം മധുസൂദനൻ പറയുമ്പോഴേക്കും റോഷന്റെ അച്ഛൻ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. നിനക്ക് എന്തറിയില്ല എന്നാ പറയുന്നത്? നിന്റെ മോള് ഒരു ചെക്കനെ പ്രണയിക്കുന്ന കാര്യം നിനക്കറിയില്ലായിരുന്നോ? അതെന്നൊക്കെ മധുസൂദനൻ പറയുമ്പോഴേക്കും പറയടാ എന്ന് പറയണേ. എനിക്കറിയായിരുന്നു. എടാ മണ്ട, നീ എന്തിനാ എൻ്റെ അടുത്ത് നിന്ന് അത് മറച്ചത്? അവള് സ്നേഹിച്ചത് തെറ്റെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേര് അങ്ങനെയൊക്കെ തന്നെയാണ്. അതൊന്നും അത്ര വലിയ കാര്യമല്ല. പക്ഷേ നീ എന്നിൽ നിന്ന് അത് മറിച്ചു, അതാണ് തെറ്റ്. നീ മുൻപേ എൻ്റെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നെങ്കിൽ അത് വേണ്ട പോലെ ഞാൻ ഡീൽ ചെയ്തേനെ. ഇങ്ങനെ നടക്കാൻ ഒരിക്കലും ഒരു അവസരം ഞാൻ ഉണ്ടാക്കില്ലായിരുന്നു. അപ്പൊ മധുസൂദനൻ പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങളുടെ വാക്ക് ധിക്കരിച്ച് അവള് പോകുന്ന മനസ്സിൽ പോലും വിചാരിച്ചില്ല. അവള് ഞങ്ങളെ കബളിപ്പിച്ച് പോയി കളഞ്ഞു. ഒരുപാട് ആഗ്രഹത്തോട് കൂടിയിട്ട് വളർത്തിയതാണ്. പക്ഷെ ഞങ്ങളെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എടാ നിർത്ത്, ഈ കഥയൊന്നും എനിക്ക് കേൾക്കണ്ട. ഈ സിറ്റിയിൽ ഞാൻ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കഥയുമില്ല. പോലീസിലെ മേലുദ്യോഗസ്ഥൻ വരെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെടും. എന്നാ ഇന്ന് എന്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് കയറി വരേണ്ടവള് ഓടിപ്പോയി. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും എന്നെ ബഹുമാനിക്കോ? എന്റെ ബിസിനസ്സിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആ പയ്യനാണ്. ഇപ്പോ നീ വന്ന് ചോദിച്ച പോലെ. തുടർന്ന് റോഷൻ പറയുന്നുണ്ട്, ഞാനിവിടെ വന്ന് ചോദിച്ച സമയത്ത് നിങ്ങൾ പറഞ്ഞില്ലേ അവള് ഡബിങ്ങിന് പോയി എന്നുള്ള കാര്യം. അത് എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞതല്ലേ? ജോലിയായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഇവനെ എളുപ്പത്തിൽ പറ്റിക്കാന്ന് വിചാരിച്ചു. അതല്ല മോനെ, അവളെ തേടി പിടിച്ച് കൊണ്ടുവരാന്നാ ഞാൻ വിചാരിച്ചതെന്ന് പറയണേ. തുടർന്ന് റോഷന്റെ അച്ഛൻ പറയുന്നുണ്ട്, അവള് പോയെന്ന കാര്യം നീ പോലീസിൽ ഇൻഫോം ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നെങ്കിൽ അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നേനെ. എൻ്റെ മോനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തേനെ. അവളെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ട് എല്ലാം തുളച്ചു കളഞ്ഞില്ല. നീ വലിയ റെയിൽവേ ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തിനു കൊള്ളാം? ഇങ്ങനെയാണോ പെൺകുട്ടികളെ വളർത്തുന്നത്? ഓരോരുത്തരുടെ കൂടെ ഓടിപ്പോവാൻ? നിനക്കെന്താ 4 മുളം കയറ് കിട്ടിയില്ലേ? ഈ സമയം കൊണ്ട് നീ തൂങ്ങി ചാവുന്നത് നല്ലത്. നിന്റെ മോള് എൻ്റെ മോനെ കബളിപ്പിച്ചിട്ടാ പോയെന്നുള്ള കാര്യം പറയുമ്പോൾ മധുസൂദനൻ പറയുന്നുണ്ട്, തെറ്റാണ്, ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിന്റെ മാപ്പ് എന്തിനാ എനിക്ക്? അതൊന്നും എനിക്കൊന്നും ആവില്ല. ഈ കല്യാണം അറേഞ്ച് ചെയ്തതിന്റെ പേരിൽ എനിക്ക് 5 ലക്ഷമാണ് നഷ്ടം. എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് നന്നായിട്ട് വലിച്ച് കയറ്റിയില്ലായിരുന്നോ? അതും കൂടി ചേർത്തിട്ടാണ്. എൻ്റെ പണം എടുത്തു വെക്കേ. അത് കേട്ട ഉടനെ തന്നെ മധുസൂദനൻ പോയിട്ട് ചെക്ക് എഴുതിയിട്ട് കൊണ്ടുപോയി കൊടുക്കാണ് കേട്ടോ. അത് മേടിച്ചതിന് ശേഷം റോഷന്റെ അച്ഛൻ പറയുന്നത്, നീ ചെയ്തതിന് പകരം വേറെ ആരെങ്കിലാണ് ഇത് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ പറമ്പിലെ കുഴി കുത്തിയിട്ട് ഞാൻ അതിനകത്ത് മൂടിയേനെ. നീ എൻ്റെ പഴയ സ്നേഹിതനായി പോയി. അതുകൊണ്ടാണ് ഞാൻ വിട്ടിട്ട് പോകുന്നത്. ഇനി എൻ്റെ കൺമുമ്പിൽ വന്ന് നിന്നു പോരുത് എന്ന് പറഞ്ഞിട്ട് റോഷനും അതുപോലെ അച്ഛനും കൂടി പുറത്തേക്ക് ഇറങ്ങി പോവാണ്. പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം റോഷൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ ഈ ചെയ്തത്?
പോയിട്ട് ചെക്ക് മേടിച്ചിട്ട് പോന്നോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ പണം കിട്ടി, പക്ഷെ ഞാൻ നാണം കെട്ടത് എങ്ങനെ ശരിയാക്കും? ഞാൻ ഇതുവരെ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ പെണ്ണ് മാത്രം മിസ്സായി എന്ന് പറയുമ്പോൾ വിടുമോനെ, കടലിൽ ഒരുപാട് മീനുകളുണ്ട്. ഈ പെണ്ണല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ കോടീശന്മാരുടെ പെണ്ണിനെ കല്യാണം വെച്ച് തരുടാ നിനക്ക് ഞാൻ. അത് അച്ഛൻ നോക്കിക്കോ, പക്ഷേ എന്നെ കബളിപ്പിച്ചവളെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ ആരാന്ന് അവൾക്ക് കാട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് റോഷൻ അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞ് രേവതിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. എന്നിട്ട് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, ആരെന്ത് വേണമെങ്കിലും വിചാരിക്കട്ടെ അമ്മേ, പക്ഷേ ഒരു ദിവസം എൻ്റെ മേലെ തെറ്റൊന്നും ഇല്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കും. നീ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അതെങ്ങനെ അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാകും? നീ ഒരു കാര്യം ചെയ്യ്, തിരികെ അവിടേക്ക് തന്നെ പോ എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മ എങ്ങോട്ട് പോകാനാ പറയുന്നത്? നിന്റെ വീട്ടിലേക്ക് പോടി. അമ്മേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ആരും എൻ്റെ അടുത്ത് ഉള്ളിലേക്ക് കയറരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങോട്ട് ആരും കയറ്റില്ല. ഉള്ളിലേക്ക് കയറ്റിയില്ലെങ്കിൽ പോയിട്ട് പഠിക്കലിരിക്കെ. നിന്റെ പേരിൽ തെറ്റില്ല എന്നുള്ള കാര്യം നീ അവിടെ ചെന്നിട്ട് മാത്രമേ നിനക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതൊന്നും ചെയ്യാതെ നീ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിന്നെ എന്നേക്കുമായിട്ട് അവർ തള്ളിവിടും. അതും നിന്റെ അമ്മായിയമ്മ എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നീ ആണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ അമ്മ എന്താ എന്നോട് പറയാൻ വേണ്ടി പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദ്യം നീ എണീക്ക്, എന്നിട്ട് നീ വീട്ടിലേക്ക് പോ. നീ ഇവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ മേലെ എന്തൊക്കെയോ തെറ്റുണ്ടെന്നുള്ള കാര്യമാണ് അവർ വിചാരിക്കുക. നീ കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു. ആ ശ്രീകാന്തിന്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഇടപെട്ടത് കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിന് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. ഇനിയെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് പേഴ്സ് എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് ചെല്, നീ പൊക്കോ എന്നുള്ള കാര്യം പറഞ്ഞ് തള്ളിവിടുമ്പോൾ രേവതിയുടെ അനിയൻ പറയുന്നുണ്ട് കേട്ടോ, അമ്മേ ചേച്ചി ഇപ്പൊ ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ എന്നുള്ള കാര്യം, നാളെ പോയാൽ മതി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും മിണ്ടാതിരിക്കടാ, അത് 2 ദിവസം 3 ദിവസം, പിന്നെ അത് 1 മാസം, പിന്നെ വർഷം, അങ്ങനെ പോകും. ഓൾറെഡി നീ കാരണം രേവതി അവിടെ നാണം കെട്ടിട്ടുണ്ട്. ഇപ്പൊ ഇവളോ അതിന് പങ്കു ചേർന്നു. രേവതി നീ വീട്ടിലേക്ക് പോ. അമ്മേ സച്ചിയേട്ടനും എൻ്റെ അടുത്ത് അങ്ങോട്ട് വരരുതെന്നുള്ള കാര്യം പറഞ്ഞു. ഇപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു. ഞാൻ എങ്ങോട്ടാ പോവാ? അതൊന്നും എനിക്കറിയണ്ട. നീ അവിടെ ചെന്നിട്ട് കാര്യം പറയണം. കാല് പിടിക്കണമെങ്കിൽ കാല് പിടിക്കണം. പിന്നെ നിന്റെ ശരി എന്താന്നുള്ള കാര്യം നീ അവിടെ ബോധ്യപ്പെടുത്തണം. നിനക്ക് സച്ചിയെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നതല്ലേ? അവൻ്റെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ജീവനാണ്. അവൻ്റെ അച്ഛൻ പറഞ്ഞത് കൊണ്ടാണ് നിന്റെ കഴുത്തിൽ അവൻ താലി വരെ കെട്ടിയത്. ഇപ്പോൾ ആ മനുഷ്യനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്ക്, അറിഞ്ഞോ അറിയാതെ നീയും അതിനൊരു കാരണമായിട്ടുണ്ട്. നീ അവൻ്റെ അടുത്ത് ചെന്നിട്ട് മാപ്പ് പറയും. എങ്ങനെയെങ്കിലും അവൻ്റെ കൂടെ നല്ല സന്തോഷത്തിൽ ജീവിക്കാനുള്ള വഴി നോക്ക്. അതെല്ലാം വിട്ടിട്ട് നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാക്കും? നോക്ക്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. നീ വീട്ടിലേക്ക് പോ രേവതി, പോ എന്ന് പറയാണ് കേട്ടോ അമ്മ. അങ്ങനെ രേവതിയെ സ്വന്തം വീട്ടിലും കയറ്റാത്തൊരവസ്ഥ വരികയാണ് കേട്ടോ. ഇനി രേവതി എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്